ഇന്ന് ഫാദേഴ്സ് ഡേ ആയിട്ടാണ് ലോകമെല്ലാം ആചരിക്കുന്നത്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്കും ദൈവിക അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എന്നത് ഞാൻ സഭയുടെ നാമത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ഇന്ന് തൃത്വ ഞായറാഴ്ചയായിട്ടാണ് നാം കൊണ്ടാടുന്നത്, ദ സൺഡേ ഓഫ് ട്രിനിറ്റി. കടലിലെ ഒരു മത്സ്യം അമ്മ മത്സ്യത്തോട് ചോദിച്ചു, അമ്മേ, കടലെവിടെയാണ്? അപ്പോൾ അമ്മ ഈ മത്സ്യത്തോട് പറഞ്ഞു, കുഞ്ഞേ, നമുക്ക് കടലിനെ മാറി നിന്ന് കടലെവിടെയാണ് എന്ന് അന്വേഷിക്കാനായിട്ട് ഒക്കുകയില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? ഈ കടലിൽ തന്നെ ജീവിച്ചുകൊണ്ട് കടൽ എന്താണ് എന്നത് അറിയുക. തൃത്വ ഞായറാഴ്ചയായി കൊണ്ടാടുന്ന ദിവസം പിതാവായിട്ടുള്ള ദൈവം, പുത്രനായിട്ടുള്ള ദൈവം, പരിശുദ്ധാത്മാവായിട്ടുള്ള ദൈവം, നാം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ടാണ് ദൈവ ഉദ്ദേശം പേറി ഈ ലോകത്തിൽ ജീവിപ്പാൻ്റെ കോണം എനിക്കും നിങ്ങൾക്കും ഇടയാവുന്നത്. There's a purpose behind every creation. There's a purpose behind every creation. അതുകൂടാതെ വിശുദ്ധ മാമോദിസയുടെ അവസരത്തിൽ മൂറൻ അഭിഷേകത്തിനായിട്ട് നാം ചേർന്ന് വരും. കൺഫർമേഷൻ, പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം പ്രാപിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടതായിട്ടുള്ള ആളുകളാണ് നാം ഓരോരുത്തരും. നാം കർത്താവിനുള്ളവരാണ്. ഈ മത്സ്യം ചോദിച്ച പോലെ എവിടെയാണ് കടല്, എവിടെയാണ് പരിശുദ്ധാത്മാവ്? ജീവിതത്തിൽ കരണീയമായിട്ടുള്ളത് പരിശുദ്ധാത്മാവിൽ വസിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തിലേക്ക് ആഴുകയും ചെയ്യുക എന്നുള്ളതായിട്ടുള്ള കാര്യമാണ്. Is that possible? നമ്മിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, ദൈവസൃഷ്ടിയായുള്ള നമ്മിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ചിന്തിക്കുന്നതിനായിട്ടോ പഠിക്കുന്നതിനായിട്ടോ സാധിക്കുകയില്ല എന്നാണ് അപ്പം അതിൻ്റെ അർത്ഥം. ദൈവ മഹിമ ഉള്ളവരായിട്ടുള്ള നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവാത്മാവിനാൽ മുഴുകപ്പെട്ട് അതിൻ്റെ ആഴത്തേക്ക് ഇറങ്ങി അതിനെ അനുഭവിക്കുക എന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. How does the Trinity function? When we say that there are three persons, God the Father, God the Son, God the Holy Spirit, how do they function? ഈസിയാണ്. ഒരാളെ പ്രവർത്തിക്കുന്നതായുള്ള അവസരത്തിൽ മറ്റേ രണ്ടുപേരും പ്രവർത്തിക്കത്തില്ല. Am I clear? കർത്താവ് പ്രവർത്തിക്കുന്നതായുള്ള അവസരത്തിൽ പിതാവ് പ്രവർത്തിക്കത്തില്ല, പരിശുദ്ധാത്മാവും പ്രവർത്തിക്കത്തില്ല. പുത്രൻ പ്രവർത്തിക്കുന്നതിനായിട്ട് പിതാവും പരിശുദ്ധാത്മാവും സഹകരണം നൽകും. ഇത് തന്നെയാണ് ഓരോന്നും. പിതാവ് പ്രവർത്തിക്കുമ്പോൾ പുത്രനും പരിശുദ്ധാത്മാവും പിന്തുണയ്ക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതായുള്ള അവസരത്തിൽ പിതാവും പുത്രനും പിന്തുണയ്ക്കും. Is this practicable in our families? അപ്പനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്നതായിട്ടുള്ള അവസരം അപ്പനും അമ്മയും കൂടെ വഴക്ക് പറയേണ്ട ആവശ്യമില്ല. ലെറ്റ് ദ വൺ ഓഫ് ദം ഡു ഇറ്റ്. സാധിക്കുമോ? സാധിക്കണം. എന്നാൽ മാത്രമേ അവർ രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ള ദൈവവാക്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുന്നതിനായിട്ട് കഴിയുകയുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും സ്പർദ്ധയുണ്ടാകുന്ന അവസരത്തിൽ അത് സൂര്യ അസ്തമയത്തിന് മുമ്പേ പറഞ്ഞു തീർക്കണമെന്ന് പറയുന്നത് ഈ ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. യു ആർ വൺ, യു ആർ നോ ലോങ്ങർ ടു ബട്ട് വൺ. How do they function? When we say that there are three persons, God the Father, God the Son, God the Holy Spirit, how do they function?
ഒന്നായി തീരത്തക്കോണം അവിടെ ക്ഷമ ആവശ്യമുണ്ട്, അവിടെ ഫൊർഗറ്റ് ചെയ്യേണ്ടതായുള്ള ആവശ്യകതയുണ്ട്, അവിടെ റെക്കൺസൈൽ ചെയ്യേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. നമ്മൾ സാധാരണ മൂന്നാമത്തെ കാര്യം പറഞ്ഞു, റെക്കൺസൈൽഡ് ആണ്. റെക്കൺസിലിയേഷൻ ഈസ് പോസിബിൾ ഓൺലി ബൈ ഫോർഗിവിങ് ആൻഡ് ഫോർഗെറ്റിംഗ്. ഫോർഗിവിങ് ആൻഡ് ഫോർഗെറ്റിംഗ്. ബയസ്ഡായിട്ട് പ്രിജുഡിസ്ഡായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് ശ്രമിച്ചാൽ നടക്കില്ല, താളം തെറ്റും. ദൈവത്തെ നമുക്കറിയുവാനായിട്ട് കഴിയുന്നത് റിലേഷൻഷിപ്പിലൂടെയാണ്. God expresses himself in relationship. God exists in relationships. ഞാനിതിപ്പോൾ വിവരിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുന്ന അവസരത്തിൽ ദൈവം മോശയോട് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാനാകുന്നു എന്ന് ദൈവം പറയുന്നതായിട്ടുള്ള അവസരത്തിൽ പുതിയ തേങ്ങ പോലെയാണ് കിട്ടിയത്, ഒന്നും പിടികിട്ടത്തില്ല. പറഞ്ഞു, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോവിൻ്റെ ദൈവം എന്നുള്ളവൻ നിന്നെ അവരുടെ ഇടയിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പോയി പറയണം. God exists in relationships. നമ്മളുടെ കാലം ചെയ്തതായ ക്രിസോസ്റ്റം തിരുമേനി കേരളത്തിലെ അമ്മയെ കാണാനായിട്ട് പോയി. സാധാരണ തിരുമേനി മറ്റുള്ളവർ പറയുന്നത് കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. എന്നാൽ ഈ സന്ദർശനത്തിൽ തിരുമേനി പറഞ്ഞു, നിങ്ങളിലുള്ള ദൈവത്തെ എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. നിങ്ങളുള്ള ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഈ പള്ളിയിൽ വന്നിരിക്കുന്നതായാലും നമുക്ക് അന്യോന്യം അങ്ങനെ പറയുന്നതിനായിട്ട് സാധിക്കുമോ? ഏശാവ് യാക്കോബിനത് സാധ്യമായിട്ട് തോന്നുന്നു. നിങ്ങൾക്കറിയാം കഥ. ദൈവത്തെ കണ്ടു. In every relationship that God has given to us, are we able to see God in that person? അമ്മമാർ പറയും കുഞ്ഞിൽ ദൈവത്തെ കാണാനായിട്ട് എളുപ്പമാണ് എന്ന് പറയും. ഭർത്താവിൽ കാണാനായിട്ട് ഒക്കും? അപ്പന്മാർ പറയും ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ ദൈവത്തെ കാണാറുണ്ട്. വീട്ടിലോ? ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് എന്ന് ഞാൻ പറഞ്ഞു. പുരാതന കാലത്ത് പണ്ട് വീടുകളൊക്കെ ഓല കൊണ്ട് മേഞ്ഞിരുന്ന അവസരത്തിൽ ഈ ഓല മേയാനായിട്ട് അയൽക്കാരെല്ലാം കൂടെ വന്നാണ് മേയുന്നത്, അത് കൂലിക്കാർ നിർത്തി ചെയ്യുന്നതല്ല. അപ്പോൾ അവരുടെ കൂടെ വീട്ടുകാരും കയറും. അങ്ങനെ ഒരു പുരാതന ഭവനം ഓല മേഞ്ഞുകൊണ്ടിരുന്ന അവസരത്തിൽ ആ ഭവനത്തിലെ മകൻ, പ്രായപൂർത്തിയായിട്ടുള്ള മകനും കൂടെ മുകളിൽ കയറിയിരുന്ന ഓല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്, എനിക്കറിയാനൊരു പാടില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കണം എന്തായി തിരുമേനി പറഞ്ഞത്. അപ്പോൾ താഴെ നിന്നതായുള്ള അപ്പൻ, ഓല എടുത്തു കൊടുക്കുന്നതായുള്ള അപ്പൻ മോൻ മുകളിലിരുന്ന് വെയിൽ കൊള്ളുന്നതായുള്ള അവസ്ഥ പറഞ്ഞു, ഏട്ടാ നിൻ്റെ കഴുത്തേ കിടക്കുന്ന തോർത്തെടുത്തിൻ്റെ തലയിലൊന്നും ചുറ്റിക്കേ. അവനത് കൂട്ടാക്കിയില്ല. ഇതെന്നാ വെയില, ഇതൊന്നും കുഴപ്പമില്ല, ഞാനത് സഹിച്ചോളാം. അപ്പോൾ ഈ അപ്പൻ അകത്ത് ചെന്നിട്ട് ഈ മകൻ്റെ കുഞ്ഞിനെ മുറിയിൽ നിന്ന് എടുത്തുകൊണ്ട് പുറത്തു വന്നു. അപ്പോൾ മോളിൽ നിന്നേ കണ്ടതായില്ല അപ്പൻ പറഞ്ഞു, അപ്പാ കുഞ്ഞ് വെയിൽ കൊള്ളുന്ന കാണാൻ മേല, അകത്ത് കൊണ്ടുപോകും. അപ്പോൾ എടാ മോനെ, ഞാനിത് തന്നെയാണ് നിന്നോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ അപ്പനാണ്. എൻ്റെ മകൻ വെയിൽ കൊണ്ട് വാടുന്നത് എനിക്ക് സഹിക്കുന്നതായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു
നിനക്ക് നിൻ്റെ മകനോടുള്ള വാത്സല്യം പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മകനോടുള്ള വാത്സല്യം. സ്നേഹം നൽകുന്നിടത്ത് മാത്രമേ അപ്പനായിട്ടോ അമ്മയായിട്ടോ തീരുന്നതിനായിട്ട് സാധിക്കത്തുള്ളൂ. ഗോഡ് എക്സിസ്റ്റ് ഇൻ റിലേഷൻഷിപ്സ്. ബന്ധങ്ങളിലൂടെയാണ് ദൈവത്തെ അറിയുവാൻ കൊണ്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ്, സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും ആ പേര് പരിചയമാണ്. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിനായി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന അവസരത്തിൽ ആ കപ്പലിലിരുന്നുകൊണ്ട്, പടകിലിരുന്നുകൊണ്ട് ദൂരെ 3 മലകൾ കണ്ടു. അപ്പോൾ ഈ കരയോടെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായുള്ള അവസരത്തിൽ അടുത്തടുത്ത് ചെന്ന അവസരത്തിൽ മനസ്സിലായി ഇത് 3 അല്ല 1 ആണ്. 3 മലകളുടെ ടോപ്പാണ് കണ്ടത്. ബട്ട് all the 3 were together in one mountain. അദ്ദേഹം ആ സ്ഥലത്തിന് ട്രിനിഡാഡ് എന്ന പേരിട്ടു. ട്രിനിഡാഡ്. ട്രിനിറ്റി എന്നുള്ള വാക്ക് നമുക്കറിയാം. തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള തൃത്വം. ഈ ദേവാലയത്തിൽ ക്രമമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇടവകാംഗങ്ങളെ, ഇന്ന് ആദ്യമായിട്ട് വന്നുള്ള സ്നേഹിതരെ, നമ്മൾ ഈ ദേവാലയത്തിൽ പോകുന്ന അവസരത്തിൽ ദൈവം നമ്മെ ഒരു ടീം മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധം നമ്മിൽ നിറയുന്നതിനായിട്ട് സാധിക്കുമോ? ഒരു മുഖം വേറൊരു മുഖത്തിന് പകരമാകുകയില്ല എന്ന് പറയുന്നതായുള്ള അവസരത്തിൽ തന്നെ മറ്റൊരു മുഖം നമ്മളുടെ മുഖത്തെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. And our being is also expressed in relationships. ഒരു കുഞ്ഞുണ്ടായി കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് അപ്പൻ്റെ കുഞ്ഞാണ് അമ്മയുടെ കുഞ്ഞാണ്? സ്വാഭാവികമായിട്ട് ചോദിച്ചു പോകുന്ന യാതൊരു കുഴപ്പമില്ല, ചോദിച്ചു. എന്നാൽ ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് പറയുന്ന അവസരത്തിലാണ് ആ കുഞ്ഞിനെ ഒരുമിച്ച് വളർത്തുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ഞങ്ങളുടെ കുഞ്ഞാണ്. നിങ്ങൾക്കറിയാവുന്ന പ്രൊഫസർ കേണൽ ഡോക്ടർ ജെയിംസ് തോമസ് വാശി സെൻറ്റ് പോൾ ഇടവകയുടെ അംഗമാണ്, മാർത്തമക്കാരനാണ്. അദ്ദേഹത്തിന് അടുത്ത സമയത്ത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിക്കുകയുണ്ടായി. കാർഡിയാക് സർജൻസ് എല്ലാം കൂടെ കൂടി കാർഡിയാക് സർജനായിട്ടുള്ള അദ്ദേഹത്തിന് നൽകിയതായുള്ള അവാർഡാണ്. ഈ മദർ തെരേസയ്ക്ക് അവാർഡ് ലഭിക്കുമ്പോൾ അവർ തന്നെ പ്രവർത്തിച്ചുകൊണ്ടാണ് കിട്ടുന്നത്. We know that they are all working together as a team. Sisters of Charity, Missionaries of Charity, അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ മേധാവിയായിട്ടാണ് മദർ തെരേസ അറിയുന്നത്. ഡോക്ടർ ജെയിംസ് തോമസും അങ്ങനെയാണ്. തന്നെ പ്രവർത്തിക്കാനായിട്ട് കഴിയുകയില്ല, ഒരു ടീമോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു മിഷൻ ഫീൽഡിലേക്ക് അദ്ദേഹം പോയതായിട്ട് ഞാൻ കാണുകയുണ്ടായി. പടങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ആ പടം നോക്കിയതായുള്ള അവസ്ഥ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതായുള്ള ടീം അംഗങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ ഹാർട്ട് നോക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തിയേറ്ററിൽ കയറിയിട്ടുണ്ട്. ബൈപ്പാസ് സർജറി, ഹാർട്ട് സർജറി, വാൽവ് റീപ്ലേസ്മെൻറ്റ് ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ തന്നെ ചെയ്യുന്നതിനായിട്ട് സാധിക്കത്തില്ല. കത്തി എടുക്കേണ്ടതായുള്ള അവസ്ഥയിൽ സിസ്റ്റർ എടുത്തു കൊടുക്കണം. സിസ്റ്റേഴ്സ് എടുത്തു കൊടുക്കേണ്ടതായിട്ടുള്ള അവസരത്തിൽ സിസ്റ്റർ എടുത്തു കൊടുക്കണം. തുന്നി കെട്ടേണ്ടതായിട്ടുള്ള അവസരത്തിൽ സൂയിങ്ങിന് ആവശ്യമായിട്ടുള്ളതെല്ലാം എടുത്തു കൊടുക്കണം. അദ്ദേഹമാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നതല്ല നമുക്ക് റിലേഷൻഷിപ്പ് എന്താണ്, അതിൽ കൂടിയാണ് ദൈവത്തെ അറിയുവാൻ കഴിയുന്നത് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മയുടെ ബലത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം.
എനിക്ക് ഈ ഇടവേട് ഇന്ന് പറയുന്നതിനായിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും. ഞാൻ പറയുന്നതായിട്ടുള്ള അവസ്ഥയിൽ പറയാനായിട്ടുള്ളത് നിങ്ങളുടെ കൂട്ടായ്മ ബന്ധം ശക്തിപ്പെടുത്തണം എന്നതാണ്. It's very difficult these days, I know, because we live in a technological world. We get everything through our cell phone, artificial intelligence. Why should we bother about the other? When every time you come to the church is telling you it is through fellowship that you can find your identity. പിതാവായുള്ള ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗം, സഹവാസം, ഇതെല്ലാം കൂടിയാണ് മനുഷ്യജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ത്രിയേക ദൈവത്തെ നാം മനസ്സിലാക്കുന്നതിനായിട്ട് ശ്രമിക്കുന്ന അവസരത്തിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സിലൂടെയാണ്, അതെല്ലാം നമ്മുടെ ബന്ധങ്ങളിലും ജീവിതത്തിലും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, അതിലൂടെയാണ് ദൈവത്തെ അറിയുവാൻ്റെ കോണം ഇടയായിട്ട് തീരുന്നത്. നമുക്കറിയാം, ഈ വേനൽക്കാലത്ത് കടലിലെ വെള്ളമെല്ലാം ആവിയായിട്ട് ഉയർന്നു പൊങ്ങും, പിന്നെ അത് മേഘമായി, പിന്നെ അത് മഴയായിട്ട് വീണ്ടും താഴെ വീഴും. ഈ താഴെ വീഴുന്നതായുള്ള വെള്ളത്തെ ശീതീകരിച്ചാൽ അത് ഐസായിട്ട് മാറും. എല്ലാം വെള്ളമാണ്. പക്ഷെ 3 തരത്തിലാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു പുരുഷനെ മകനായിട്ട് തീരാം, ഭർത്താവായിട്ട് തീരാം, അപ്പനായിട്ട് തീരാം. ഒരു സ്ത്രീക്ക് ഒരു മകളായിട്ട് തീരാം, ഭാര്യയായിട്ട് തീരാം, അമ്മയായിട്ട് തീരാം. എല്ലാം വൺ പേഴ്സണാലിറ്റി. നമുക്കറിയാവുന്നതായിട്ടുള്ള ഒന്നാണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ലൈറ്റ് കത്തുന്നത്. ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ഫാൻ കറങ്ങുന്നത്. ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടാണ് AC വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചം നൽകുന്നു, ചൂട് മാറ്റുന്ന കാറ്റ് നൽകുന്നു, നമുക്ക് ആവശ്യമായ ശീതീകരണം ലഭ്യമായി തീരുന്നതിനിടയായിട്ട് തീരുന്നു. എവറിത്തിങ് ഈസ് ത്രൂ ഇലക്ട്രിസിറ്റി. എന്താണ് ത്രിയേക ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? മലാല യൂസഫ്സായി ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നോബൽ പ്രൈസ് വാങ്ങിച്ചതായിട്ടുള്ള ഒരു യുവതിയാണ്. അവർ ജീവിച്ചതായുള്ള കാലഘട്ടത്തിൽ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇംഗ്ലണ്ടിലേക്ക് ഒക്കെ പോകുന്നതിനിടയായിട്ട്, പിന്നെ അവിടെ നിന്നൊക്കെ മാറി താമസിക്കുന്നതിനൊക്കെ സാധ്യമായിട്ട് തോന്നുന്നത്. പഴുത്തൂൺ എന്ന് പറയുന്നതായൊരു ട്രൈബുണ്ട്. ആ ട്രൈബ് നിങ്ങൾക്കിട്ടൊരടി തന്നാൽ 2 അടിയെങ്കിലും നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടത്തില്ല. അങ്ങനെ ഒരു ട്രൈബാണ്. നിങ്ങളെ ഒന്ന് നുള്ളിയാൽ 2 നുള്ളണം. നിങ്ങളുടെ പല്ല് പോയാൽ 2 പല്ലെങ്കിലും കളയണം. കണ്ണ് പോയാൽ 2 കണ്ണും കളയണം. ഇങ്ങനെയാണ് അതിൻ്റെ പ്രമാണം മുഴുവൻ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ ചെകിട്ടത്തെ അടിക്കുന്നതിന് മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കുക. പറ്റൂടെ? ഞാൻ സൈമണച്ചനോട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, ഇവിടുത്തെ ഇടവ സംഘത്തിൽ ഈ വഴക്കുണ്ടാക്കുന്ന ആളുകളൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞാൽ ക്ഷമിക്കുമെന്ന്. നിന്റെ കരുണത്തെ അടിക്കുന്നതായുള്ള മനുഷ്യനെ മറ്റേതും കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതായുള്ള അവസ്ഥയിൽ അന്നേരം ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാ രോഷവും കെട്ടടങ്ങണം. അന്നേരം ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാ പകയും ഇല്ലാതെയായിട്ട് തരണം. അന്നേരം ഉണ്ടാകുന്ന ശത്രുതാ മനോഭാവം ഇല്ലാതെയാക്കി തരണം. ഇതെല്ലാം റെഡ്യൂസ് ടു 0. Then only you will be able to show the other cheek. ഒന്നല്ല തന്നുള്ളൂ, 2 തന്നേരെ ഞാൻ വാങ്ങിച്ചോളാം. ആർക്കാ ഇത് പറയാൻ കഴിയുന്നത്? മനുഷ്യന് സാധിക്കുമോ? ഇതാ ചോദിക്കുന്നത്. മനുഷ്യന് ഇത് സാധിക്കുമോ? മനുഷ്യരോടാണ് കർത്താവ് ഇത് പറഞ്ഞത്, ഇത് ചെയ്യണം. ഇവിടെയാണ് സ്നേഹം എന്നത് അടങ്ങിയിരിക്കുന്നത്. ആണ് കർത്താവ് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കാനായിട്ട് കഴിയുമോ?
When you see a beggar on the street, will you be able to love him? When you see somebody is doing a mischief, will you be able to understand that God has created him to become a child in the kingdom of God? കുഞ്ഞുങ്ങളിവിടെ ഇരിപ്പുണ്ട്. എനിക്കൊരു ചോദ്യം ചോദിക്കുന്നതിനായിട്ടുണ്ട്. There are so many children playing with you, traveling with you, studying with you. Have you ever thought that you should be praying for them? ഈശോമാ തിമോത്തിയോസ് തിമേനിയെ വളരെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരു ഇടവകയാണിത്. തിരുമേനി കാനഡയിൽ വന്ന അവസ്ഥ ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു സ്റ്റുഡൻറ്റാണ്. അപ്പോൾ വൈകിട്ട് ഞങ്ങളൊക്കെ തിരുമേനിയെ കാണാൻ പോയി. തിരുമേനി ധൃതിയാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ പോകുക, പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞു ഇറങ്ങുന്നതായിട്ടുള്ള അവസ്ഥ പറഞ്ഞു. പോകണ്ട, നിങ്ങളവിടെ നിൽക്കണം, ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. എന്നിട്ട് പറഞ്ഞു നമുക്ക് വീട്ടിലിരുന്നൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമൊക്കെ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ വീട്ടിലെ കുഞ്ഞ് പറഞ്ഞു, ഐ വോണ്ട് ടു പ്രേ ഫോർ ദ ചൈൽഡ് ഹു പ്ലേസ് വിത്ത് മീ ഓൺ ദ സ്ട്രീറ്റ്. എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതല്ല കാര്യം പറയുന്നത്. ഐ വോണ്ട് ടു പ്രേ ഫോർ ദാറ്റ് ചൈൽഡ് ഹു പ്ലേസ് വിത്ത് മീ ഓൺ ദ സ്ട്രീറ്റ്. എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ നോക്കിയിട്ടല്ലാതെ സാധിക്കില്ല, അവനിൽ വസിച്ചിട്ടല്ലാതെ സാധിക്കില്ല. Every Holy Communion service is enabling us to have communion relationship with God the Father, God the Son and God the Holy Spirit. നിങ്ങളിനി ശ്രദ്ധാപൂർവ്വം കേൾക്കണം. നമ്മുടെ ലിറ്റർജി മുഴുവനും ഈ മൂന്ന് ആളത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്കവാറും എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നത്. ആൻഡ് കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പ്, ആത്മബന്ധം. കർത്താവ് എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് ഫലം കായ്പാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുന്നതിനായിട്ട് കഴിയുകയില്ല. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരു ദൃഷ്ടാന്തം കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. കൂടുതൽ കേൾക്കാനായിട്ടും കൂടുതൽ പറയാനായിട്ടും നമുക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ട്. എന്നാൽ വേണ്ട, സമയത്തിനുള്ളിൽ കാര്യങ്ങൾ നിർക്കണം. ഒരു സന്യാസി മഴ പെയ്ത് വെള്ളം പൊങ്ങിയതായുള്ള അവസരത്തിൽ ഇങ്ങനെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് പോകണം, അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ ഒരു തേള് വീണ് കിടക്കുന്നത് കണ്ടു. തേളിനെ അറിയാം? ഈ തേളിനെ തൻ്റെ കരം നീട്ടി ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ തേളെന്നാ ചെയ്യും? തേള് കുത്തും. അങ്ങനെ പല കുത്ത് ഈ സന്യാസിക്ക് കിട്ടി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയത്? ആ തേൾ അവിടെ കിടന്നാൽ നിങ്ങളെന്തിനാ ഇതിനൊക്കെ പോയി കുത്തുകൊള്ളുന്നത്? അപ്പോൾ പറഞ്ഞു, കുത്തുക എന്നത് അതിൻ്റെ സ്വഭാവമാണ്. എൻ്റെ സ്വഭാവം രക്ഷിക്കുക എന്നതാണ്. എൻ്റെ സ്വഭാവം രക്ഷിക്കുക എന്നതാണ്. So the basic question is, do we have a distinct quality by which we can reveal God the Father, God the Son and God the Holy Spirit? Is there a distinct quality with which we can reveal God whom we worship? ഇവിടെ കർത്താവ് പറയുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു. God and my Father are one.
പിന്നെ പറഞ്ഞതായുള്ള ദൃഷ്ടാന്തങ്ങളും പറഞ്ഞതായുള്ള വാക്യങ്ങളുമൊക്കെ മനസ്സിൽ ഓർത്ത് അയവിറക്കുക. അതായിരിക്കട്ടെ തുടർന്നുള്ളതായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ ഉള്ള പ്രസംഗം. ത്രിയേക ദൈവമായി നമുക്ക് വെളിപ്പെട്ടതായിട്ടുള്ള ദൈവം തൻ്റെ സ്നേഹത്തിലൂടെയും കൃപയിലൂടെയും സംസർഗത്തിലൂടെയും നമ്മളെല്ലാം കാത്ത് അനുഗ്രഹിച്ച് ദിനംതോറും വഴി നടത്തുമാറാകട്ടെ.